2026 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ കോമഡി ഹൊറർ മൂവിയാണ് കോൾഡ് സ്റ്റോറേജ്. സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീരീസിലൂടെ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ക്യാരക്ടറായ സ്റ്റീവ് ആണ് ഈ മൂവിയിലെ നായകൻ. സ്റ്റീവ് അഭിനയിച്ച ഒരു അടിപൊളി സോംബി ടൈപ്പ് മൂവി. സിനിമയെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ 1979 നടന്ന ഒരു ഡിസാസ്റ്റർ ആണ് കാണിക്കുന്നത്. ആ സമയത്ത് സ്പേസ് സ്റ്റേഷനിലുള്ള ലാബുകളിലായിട്ട് ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ തന്നെ സ്കൈലാബ് സ്പേസ് സ്റ്റേഷൻ എന്നൊരു സ്പേസ് സ്റ്റേഷൻ എന്തോ കാരണം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നു. 100 കണക്കിന് സയന്റിസ്റ്റുകളായിരുന്നു ആ സമയത്ത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും. പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് ആ സ്പേസ് സ്റ്റേഷന്റെ ഭൂരിഭാഗവും സ്പേസിൽ വെച്ച് തന്നെ കത്തി നശിച്ചിരുന്നു. പക്ഷേ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഭൂമിയുടെ പല ഭാഗങ്ങളിലായിട്ട് വന്ന് വീഴുകയും ചെയ്തിരുന്നു. നാസ കരുതിയത് ആ ഭാഗങ്ങളെല്ലാം അവർ റിക്കവർ ചെയ്തെന്നാണ്. അതായിരുന്നു അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റും. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്നും ഒരു 18 വർഷങ്ങൾക്ക് മുന്നേയുള്ള കാര്യങ്ങളാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള ഒരാൾ രാത്രി സമയത്ത് തന്റെ ബൈക്കിലാകെ പേടിച്ചരണ്ട നിലയിൽ ഒരു ഫോൺ ബൂത്തിലേക്ക് വരുന്നു. അവിടെ വന്ന് വെപ്രാളത്തോടെ ഫോൺ എടുത്ത് അയാൾ ആരെയോ ഡയൽ ചെയ്യുകയാണ്. ആ കോൾ ചെല്ലുന്നതാകട്ടെ അങ്ങ് റൂമിലിരിക്കുന്ന മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ലേഡിക്കും. ഈ മാർട്ടിൻ നാസയിൽ തന്നെ ഒരു മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ പ്രശ്നം? ആരെങ്കിലും ഒന്ന് വേഗം വരണം. അതാ ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് വെളി വന്നു. അത് ഞങ്ങൾ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാ. ദയവ് ചെയ്ത് ഞങ്ങൾ ഇന്ന് രക്ഷിക്ക്. നിങ്ങൾ സമാധാനത്തോടെ കാര്യം പറ. എന്താ പ്രശ്നം? നിങ്ങൾ എവിടുന്നാ കോൾ ചെയ്യുന്നത്? ഞാൻ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്നാ കോൾ ചെയ്യുന്നത്. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്പേസ് സ്റ്റേഷൻ പൊട്ടിത്തെറിച്ചില്ലായിരുന്നോ? അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങളുടെ നാട്ടിലാ വന്ന് വീണത്. പക്ഷേ ആ ടാങ്കിൽ നിന്ന് എന്തോ ഒരു സാധനം, അതെന്താണെന്നൊന്നും എനിക്കറിയില്ല, അത് വെളിയിൽ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് എങ്ങനെയെങ്കിലും വന്ന് ഞങ്ങൾ ഇന്ന് രക്ഷിക്ക്. അയാളാകെ പേടിച്ചരണ്ട കണക്കെ സഹായത്തിനായിട്ട് അവളോട് അപേക്ഷിക്കുകയാണ്. പക്ഷേ മാർട്ടിനാണെങ്കിൽ അയാൾ പറഞ്ഞത് ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും പ്രശ്നം എന്തോ സീരിയസ് ആണെന്ന് മനസ്സിലാക്കി അവള് അന്ന് രാത്രി തന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ തനിക്ക് കോൾ വന്ന അതേ സ്പോട്ടിൽ എത്തുകയും ചെയ്തു. പക്ഷേ അവിടെ വെറും ഫോൺ ബുത്തല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. നാസയും ഗവൺമെന്റും എല്ലാം ഈ പ്രശ്നത്തിൽ ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് സഹായത്തിനായിട്ട് 2 മിലിറ്ററി ഓഫീസേഴ്സിനെ അയച്ചിരുന്നു. നിങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ? ബാക്കി ടീമൊക്കെ എവിടെ? നിന്റെ ടീം ഞങ്ങൾ 2 പേരുമാ. നമുക്ക് സംസാരിക്കാൻ ഒട്ടും സമയമില്ല, പെട്ടെന്ന് പണി തുടങ്ങണം. അതും പറഞ്ഞ് ഈ വൈറസിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയ സ്യൂട്ടുകളില്ലേ, അതാ മിലിറ്ററിക്കാര് പുറത്തേക്ക് എടുക്കുന്നു. ഇതും ധരിച്ചുകൊണ്ട് വേണം ഇനി ബാക്കി കാര്യങ്ങൾ നടക്കാൻ. 1979 സ്കൈലാബ് സ്പേസ് സ്റ്റേഷൻ ഇവിടെ ഇന്ത്യൻ ഓഷനിൽ വീണെന്നാണ് ഞങ്ങൾ കരുതിയത്. അത് ശരിയാ, പക്ഷേ അതിലെ 2 ടാങ്കുകൾ ഇവിടെ തൊട്ടടുത്ത് നിന്നാ കണ്ടെത്തിയത്. അത് കണ്ട നാട്ടുകാരിൽ ചിലര് ആ ടാങ്ക് എടുത്തുകൊണ്ടുവന്ന് അവരുടെ വീടിന് മുന്നിൽ വെച്ചു. ചിലപ്പോ ആളുകൾ പൈസ കൊടുത്തു വന്ന ടാങ്ക് കാണുമെന്ന് കരുതിയായിരിക്കും. അത് വെറും കാലിയായ ഒരു ഓക്സിജൻ ടാങ്ക് മാത്രമല്ലേ? അല്ല, അത് കാലിയായിരുന്നില്ല. ആ ടാങ്കിനുള്ളിൽ ഒരു മൈക്രോബയൽ ഓർഗാനിസം ഉണ്ടായിരുന്നു. ഭൂമിക്ക് ഒരുപാട് ആപത്തായ ഒന്ന്. അതുകൊണ്ടാണ് അതിനെ ഞങ്ങൾ മുകളിലേക്ക് അയച്ചതും സ്പേസ് സ്റ്റേഷനിൽ വെച്ചുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടി. പക്ഷേ ഞങ്ങളുടെ ആ പരീക്ഷണം ഫെയിലായി. മുകളിലേക്ക് അയച്ച ആ ടാങ്ക് ഫെയിലായിട്ട് തിരികെ ഭൂമിയിലേക്ക് തന്നെ വന്ന് വീണു. അതിനിപ്പോ എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ടാങ്കിനുള്ളില് ഞങ്ങൾ അയച്ച സാധനമല്ല പുറത്തേക്ക് വന്നെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോ ഈ സ്ഥലത്തുള്ള എല്ലാവരും ഒന്നുകിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞു. ആ ഫോൺ കോളിന് ശേഷം ആരും അങ്ങോട്ട് പോകുകയോ ഇങ്ങോട്ട് വരികയോ ചെയ്തിട്ടില്ല. മാർട്ടിൻ അത് പറഞ്ഞപ്പോഴാണ് ആ 2 പട്ടാളക്കാരും ആ സ്ഥലം ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുന്നത്. അവൾ പറഞ്ഞത് ശരിയാണ്, ഒരൊറ്റ മനുഷ്യ കുഞ്ഞിനെ പോലും അവിടെ കാണാനില്ല. അങ്ങനെ 3 പേരും കൂടി ആ സ്യൂട്ടും ധരിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് നടക്കാൻ തുടങ്ങി. ഇതുവരെ ഒരു മനുഷ്യനെ പോലും അവർക്ക് കാണാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ അവിടെ എല്ലാം നോക്കി നടക്കുമ്പോഴാണ് മാർട്ടിൻ ഒരു വീടിന്റെ മുന്നിലായി നാസയുടെ ആ ടാങ്ക് കണ്ടെത്തുന്നത്. ആരും ആ ടാങ്കിൽ തുടരരുത്, നിങ്ങൾ 2 പേരും എന്റെ പിറകിൽ നിന്നാ മതി. ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. അത് പറഞ്ഞ് അവൾ ആ ടാങ്ക് മുഴുവനും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോഴാണ് അതിനുള്ളിലായിട്ട് വളരെ ചെറിയൊരു ഹോൾ അവൾ കാണുന്നത്. ആ ദ്വാരത്തിനുള്ളിലേക്ക് നോക്കിയപ്പോഴോ അതിനകത്തുണ്ടായിരുന്ന ഫംഗസ് വളരെ വേഗത്തിൽ വളരുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഞാൻ വിചാരിച്ചതിനേക്കാൾ വേഗത്തിലാണ് വളരുന്നത്. എന്ന് വെച്ചാ കണ്ണ് ചിമ്മുന്ന വേഗത്തിലാണ് ഇത് സ്പ്രെഡ് ആകുന്നത്. അതും പറഞ്ഞ് അവൾ ആ കിണലിനോട് തന്നെ ബലമായിട്ട് പിടിച്ചു വെക്കാൻ പറയുന്നു. കുറച്ചുകൂടി അടുത്തേക്ക് ചെന്ന് സൂം ചെയ്ത് നോക്കാനായിരുന്നു അത്. അവൾ പറഞ്ഞതുപോലെ അയാൾ അവളെ പുറകിൽ നിന്ന് ബലമായിട്ട് പിടിച്ചതും അവൾ ആ ക്യാമറയുമായിട്ട് ടാങ്കിന്റെ അടുത്തേക്ക് ചെന്ന് ആ ദ്വാരത്തിനുള്ളിലേക്ക് സൂം ചെയ്ത് നോക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ ഫംഗസ് പടുവേഗത്തിൽ വളർന്നുകൊണ്ട് ആ ദ്വാരത്തിന് വെളിയിലേക്ക് വന്ന് പൊട്ടിത്തെറിയുന്നതും. പേടിച്ചു പോയ
മാർട്ടിൻ പെട്ടെന്ന് പിറകിലേക്ക് മാറി. ഭാഗ്യത്തിന് അവളുടെ ദേഹത്തെങ്ങും ആയില്ല. പക്ഷേ ആ ഫംഗസ് പൊട്ടിത്തെറിച്ച സമയത്ത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ തറയിൽ വീണിരുന്നു. അതിലേക്കായിരുന്നു അവൾ അറിയാതെ കാല് വെച്ചതും. പക്ഷേ ആ കാര്യം ആരും ശ്രദ്ധിച്ചതുമില്ല. നിങ്ങൾ രണ്ടുപേരും വേഗം ഒന്ന് മുകളിലേക്ക് വന്നേ, ഞാനൊരു ഡെഡ് ബോഡി കണ്ടു. കൂടെ വന്ന ലേഡീസ് ഓഫീസർ വിളിച്ചു പറഞ്ഞതും മാർട്ടിൻ ആ കേണലുമായിട്ട് വേഗം മുകളിലേക്ക് കയറുന്നു. എന്നാൽ അവൾ ആ മുകളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അവളുടെ ഷൂവിന്റെ അടിയിൽ പറ്റി പിടിച്ചിരുന്ന ആ ഫംഗസ് ഷൂവിന്റെ ലെതറും തുളച്ച് അവളുടെ ശരീരത്തിനുള്ളിലേക്ക് കയറുകയാണ്. അതാ കാൽപാദം പോലും തുളച്ച് തന്റെ ശരീരത്തിനുള്ളിലേക്ക് കയറുന്ന കാര്യം അവൾ പോലും അറിഞ്ഞില്ല. അങ്ങനെ രണ്ടുപേര് മുകളിലേക്ക് ചെന്നതും കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. റൂഫ് ടോപ്പിന് മുകളിലായിട്ട് മരിച്ചു കിടക്കുന്ന ഒരാൾ. പക്ഷേ അയാൾ മരിച്ച രീതിയായിരുന്നു പേടിപ്പെടുത്തുന്നത്. വയറൊക്കെ പൊട്ടിപ്പിളർന്ന് തലയൊക്കെ ഫംഗസ് ബാധിച്ചതുപോലെ വികൃതമായിട്ട് ഒരു തുള്ളി രക്തമില്ലാതെ പൊട്ടിത്തെറിച്ച് മരിച്ച അവസ്ഥ. ശരീരത്തിനുള്ളിൽ ഒരു അവയവങ്ങൾ പോലും ഉണ്ടായിരുന്നില്ലെന്നാണ്. എന്നാൽ അതിനേക്കാളും ഞെട്ടിച്ചത് വേറൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഗ്രാമത്തിലെ ഓരോ വീടിന്റെ മേൽക്കൂരയിലും ഇതുപോലെ മരിച്ച ഒരുപാട് ശവങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അതായത് ആ ഗ്രാമത്തിലെ സകല മനുഷ്യരും മരിച്ചു കഴിഞ്ഞു. ഇവരുടെ എല്ലാം ബോഡി എങ്ങനെ റൂഫ് ടോപ്പിന് മുകളിൽ വന്നത്? അതിന് കാരണം ആ ഫംഗസ് ആണ്. അത് മനുഷ്യന്റെ ബ്രെയിനെ കൺട്രോൾ ചെയ്യും. ചില സമയത്ത് വൈറസ് ബാധിച്ച ആളോട് അത് മുകളിലേക്ക് കയറാൻ പറയും. അയാൾ അതനുസരിച്ച് മുകളിലേക്ക് കയറി അവിടെ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചായിരിക്കും മരിക്കുന്നത്. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ ഫംഗസിന് 4 ഭാഗത്തേക്ക് ചിതറിപ്പോകാൻ സാധിക്കും. അതാകുമ്പോൾ സ്പ്രെഡ് ആകാനും എളുപ്പമാണ്. അതിനു വേണ്ടിയാണ് ഈ ഫംഗസ് ബാധിച്ച ആൾക്കാർ മുകളിലേക്ക് വന്ന് പൊട്ടിത്തെറിക്കുന്നതും. ഓരോരോ മാരണങ്ങള്. നമുക്കതിന്റെ സാമ്പിൾ എടുത്തിട്ട് വേഗം ഇടുന്ന സ്ഥലം വിടാം, അതാ നല്ലത്. കേണൽ പറഞ്ഞതും എല്ലാവരും വേഗം തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. വീണ്ടും ആ ടാങ്കിന്റെ അടുത്തേക്ക് തന്നെയാണ് അവർ വരുന്നത്. ശേഷം ടാങ്കിന്റെ പുറത്തായിട്ട് പറ്റിപ്പിടിച്ചിരുന്ന ഫംഗസിന്റെ കുറച്ച് സാമ്പിളുകൾ എടുത്ത് മാർട്ടിൻ അതൊരു ചെറിയ കോൾഡ് സ്റ്റോറേജിനുള്ളിലായിട്ട് സൂക്ഷിക്കുന്നു. ശേഷം 3 പേരും കൂടി തിരികെ തന്റെ കാറിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് നേരത്തെ മാർട്ടിന്റെ ഷൂവിലായിട്ട് പറ്റിപ്പിടിച്ചിരുന്ന ഫംഗസ് അവളുടെ ഷൂവും കാൽപാദവും എല്ലാം തുളച്ച് അവളുടെ ബോഡിക്കുള്ളിലേക്ക് കയറില്ലായിരുന്നോ? അതിപ്പോ രക്തത്തിൽ മുഴുവനും കലർന്ന് ശരീരം മുഴുവനും ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് കാരണം നടക്കുമ്പോൾ അവൾക്ക് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൂടെ തല ചുറ്റുന്നത് പോലെ ശരീരം മുഴുവനും നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. ഈ സിംറ്റംസ് ഒക്കെ വെച്ച് ആ വൈറസ് തന്റെ ശരീരത്തിനുള്ളിൽ കയറിയിട്ടുണ്ടെന്ന് മാർട്ടിന് മനസ്സിലായി. അത് മനസ്സിലാക്കിയതും അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന സാമ്പിൾ തറയിലേക്ക് വെച്ചിട്ട് വേഗം ഓടി തന്റെ കാറിന്റെ ഉള്ളിലേക്ക് ചെന്ന് കയറുന്നു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ദൂരെ ഓടി പോകണം. പക്ഷേ കാർ റിവേഴ്സ് എടുക്കുന്ന സമയത്താണ് പിറകിൽ നിന്നിരുന്ന ആ ലേഡി ഓഫീസറെ കാർ ഇടിച്ചില്ല എന്നായതും പെട്ടെന്ന് ആ കേണൽ ഓടി വന്ന് ആ പോലീസുകാരെ പിടിച്ച് തള്ളി മാറ്റി. പക്ഷേ അത് കാരണം വണ്ടി ഇടിച്ചത് നമ്മുടെ കേണലിനെയും. ആള് നടുപിടിച്ചാണ് ചെന്ന് വീണത്. എന്നാൽ അപ്പോഴേക്കും മാർട്ടിന് കാർ വിട്ട് ഇറങ്ങി വന്നിരുന്നു. ശേഷം ആ പോലീസുകാരുടെ കയ്യിൽ നിന്നും അവരുടെ തോക്ക് പിടിച്ചു മേടിക്കാൻ നോക്കുകയാണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൾ ആ തോക്ക് പിടിച്ചു മേടിച്ചു. പക്ഷേ ആ തോക്കൾ മേടിച്ചത് അവരെ കൊല്ലാനായിരുന്നില്ല. ആ ഫംഗസ് ഇപ്പോൾ തന്റെ ശരീരം മുഴുവൻ ബാധിച്ചിരിക്കുകയല്ലേ. എപ്പോ വേണമെങ്കിലും അത് തന്റെ ബ്രെയിനെ കൺട്രോൾ ചെയ്ത് ശരീരം മുഴുവൻ പൊട്ടിത്തെറിച്ച് അത് ഇനി സ്പ്രെഡ് ആകാൻ ശ്രമിക്കും. അത് തടയാൻ വേണ്ടി തന്നോടൊപ്പം ആ ഫംഗസിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ ആ തോക്ക് തട്ടിയെടുത്തത്. താൻ കാരണം വേറെ ആർക്കും ആ വൈറസ് സ്പ്രെഡ് ആകാൻ പാടില്ല, അതായിരുന്നു അവളുടെ മനസ്സിൽ. അത് കാരണം ആ തോക്ക് കൊണ്ട് സ്വന്തം നെഞ്ചിലേക്ക് തന്നെ വെടിവെച്ചുകൊണ്ട് അവൾ അവിടെ മരിച്ചു വീഴുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആ ഓഫീസേഴ്സ് അറിയിച്ച പ്രകാരം ആർമി മുഴുവനും ആ ഗ്രാമത്തിലേക്ക് വന്ന് അവിടെ മുഴുവനും ക്ലിയർ ചെയ്യുന്നതായിട്ടാണ്. മാർട്ടിൻ നേരത്തെ എടുത്തിരുന്ന ആ സാമ്പിളും അവർ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നു. മാത്രമല്ല ആ ഫംഗസ് ആ ഗ്രാമം താണ്ടി വേറെ എങ്ങും സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടി ആ ഗ്രാമം മുഴുവനും ബോംബ് വെച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ആർമി പോകുന്നതും. അങ്ങനെ ആ ഫംഗസിന്റെ സാമ്പിളുമായിട്ട് ആർമി നേരെ മിലിറ്ററി ബേസിനുള്ളിലേക്കാണ് വരുന്നത്. അതിന്റെ ഉള്ളിൽ തന്നെ ഒരു കോൾഡ് സ്റ്റോറേജ് ഉണ്ട്. ഇതുപോലെയുള്ള വൈറസുകളെ ഫംഗസുകളെയൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ലോ ടെമ്പറേച്ചറിലുള്ള ഒരു കോൾഡ് സ്റ്റോറേജ്. അവർ ആ ഫംഗസിനെ അതിനുള്ളിലേക്ക് കൊണ്ടുവന്ന് വളരെ സൂക്ഷ്മമായിട്ട് ആ ഫംഗസിനെ അതിനുള്ളിൽ സൂക്ഷിച്ചു വെക്കുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്നാൽ ആ ഫംഗസ് ഒരിക്കലും സ്പ്രെഡ് ആകാൻ പോകുന്നില്ല. തണുത്തുറഞ്ഞ് അതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ ആ സംഭവത്തിന് ശേഷം നാളുകളും വർഷങ്ങളും ഇങ്ങനെ കടന്നുപോയി. അതുപോലെ തന്നെ ഈ മിലിറ്ററി ബേസും പല ആൾക്കാരുടെ കൈമറിഞ്ഞ് പോയിക്കൊണ്ടേയിരുന്നു. ഒടുക്കം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി മാറുകയും ചെയ്തു. ഇപ്പോൾ ഈ മിലിറ്ററി ബേസ് ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ്. ആൾക്കാർക്ക് അവരുടെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറേജ്. ആ സ്ഥലത്താണ് നമ്മുടെ ഈ മൂവിയിലെ നായകൻ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നതും. ആളുടെ പേര് കുറച്ച് വെറൈറ്റി ആണ്, ടീ കേക്ക്. മാത്രമല്ല ഇപ്പോൾ ഈ കഥ നടക്കുന്നത് നമ്മുടെ ഈ പ്രസന്റ് ടൈമിലാണ്, അതായത് 2026. പിന്നെ നമ്മുടെ ടീ കേക്കിന് ഒരു ബോസ് കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഈ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല കോസ്റ്റ്ലി ആയതാണ്. എന്ന് വെച്ചാൽ വില കൂടിയ ടിവികൾ, ഒരുപാട് വർഷം പഴക്കച്ചെന്ന ആന്റിക് സാധനങ്ങൾ, പിന്നെ ചില ആൾക്കാരുടെ വളരെ പേഴ്സണൽ ആയ എന്നും ഓർമ്മിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിന്റെ ഓണേഴ്സ് അറിയാതെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയാൽ നല്ല കാശ് തടയും. അതിന് നീയും കൂടെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് TKKന്റെ ബോസ് അവനോട് പറയുന്നുണ്ടെങ്കിലും അവൻ അതിന് സമ്മതിക്കുന്നില്ല. ഇനി നിങ്ങൾ തലകുത്തി നിന്നാലും ഇമാതിരി തൊട്ടിത്തരത്തിന് ഞാൻ കൂടെ നിൽക്കില്ല. ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്റെ തലയ്ക്ക് മീതെ. ഇനി ഈ വയ്യ വേലയും കൂടെ എടുത്ത് എന്റെ തലവെക്കാൻ എനിക്ക് വയ്യ. ഇതൊന്നും അത്ര വലിയ കാര്യമല്ലടാ. ഒരു മനുഷ്യനെ അറിയാനും പോകുന്നില്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ പ്രശ്നത്തിലാകും. നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നം? എന്താണെന്ന് വെച്ചാൽ നിനക്കിപ്പോ ഈ കാര്യം അറിയാലോ, പക്ഷേ നീ ഇതിൽ ഇൻവോൾവ്ഡ് അല്ല, മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകും. അതും പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നതിന് മുന്നേ ഇന്ന് നൈറ്റ് മുതൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പുതിയൊരു പെൺകുട്ടിയും കൂടി ജോയിൻ ചെയ്യുമെന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. പറഞ്ഞതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന പെൺകുട്ടി അവളുടെ ജോലിയുടെ ഭാഗമായിട്ട് താഴെയുള്ള സ്റ്റോറേജുകളെല്ലാം ലോക്ക് ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ഈ സമയത്താണ് മുകളിലിരിക്കുന്ന നമ്മുടെ TKKന്റെ അടുത്തേക്ക് ഒരു അമ്മൂമ്മ വരുന്നത്. ഹലോ ആന്റി, എന്താ ഈ സമയത്ത് ഇവിടെ? എനിക്ക് എന്റെ സ്റ്റോറേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറിയാ. എന്റെ ഹസ്ബൻഡ് യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ മുഴുവനും ഞാൻ ആ സ്റ്റോറേജിലാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് അതല്ല ഒന്ന് കാണണം. അമ്മൂമ്മ അങ്ങനെ പറഞ്ഞതും TKK ആ റൂമിന്റെ ചാവി അമ്മമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. അത് കിട്ടിയതും അമ്മമ്മ താക്കോലുമായിട്ട് ആ സ്റ്റോറേജിന്റെ അടുത്തേക്ക് ചെന്ന് അത് തുറന്ന് അകത്തേക്ക് കയറി. അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് തന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കി സങ്കടത്തോടെ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ ആനിവേഴ്സറി അല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനും വരുവാ. അതും പറഞ്ഞ് അവരുടെ ഹസ്ബൻഡിന്റെ തന്നെ അവിടെ സൂക്ഷിച്ചിരുന്ന ഒരു തോക്കെടുത്ത് വെടിവെച്ച് മരിക്കാനായിട്ടായിരുന്നു തീരുമാനം. പക്ഷെ അന്നേരമാണ് പെട്ടെന്ന് മനസ്സിലൊരു മാറ്റം. എന്തായാലും മരിക്കാൻ പോവല്ലേ, എങ്കിൽ പിന്നെ കുറച്ചു നേരം ഉറങ്ങിയിട്ട് മരിച്ചാലോ? അങ്ങനെ ആ തീരുമാനത്തില് അമ്മമ്മ തോക്കൊക്കെ മാറ്റി വെച്ചിട്ട് അല്പനേരം മയങ്ങാമെന്ന തീരുമാനത്തില് അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. ഇതേ സമയം മുകളിൽ ഇരിക്കുകയായിരുന്നു നമ്മുടെ TKK. CCTV ക്യാമറകളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ബീപ്പ് പോലെ ഒരു ശബ്ദം. പക്ഷേ എവിടുന്നാണ് അത് കേൾക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല ആ ശബ്ദം പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും. അവൻ ആകെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുമ്പോഴാണ് പുതിയതായിട്ട് ജോലിക്ക് വന്ന ആ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവളാണ് നമ്മുടെ ഈ മൂവിയിലെ നായിക, പേര് നയോമി. അവള് വന്ന് നമ്മുടെ TKKയുമായിട്ട് പരിചയപ്പെടുന്നു. നീ പറഞ്ഞതുപോലെ ഞാനൊരു ശബ്ദം കേൾക്കുന്നില്ലല്ലോ, പക്ഷെ ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. അതിന് എവിടുന്നാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയോമിക്ക് ഒരു കോള് വരുന്നത്. ആരാണെന്ന് വെച്ചാൽ അത് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. എന്തോ പ്രശ്നം കാരണം രണ്ടും കൂടി വഴക്കിട്ട് പിരിഞ്ഞതാ. പക്ഷെ അവനാണെങ്കിൽ ഇവളെ വിടുന്ന ലക്ഷണമേ ഇല്ല. സോറിയൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. നയോമിയും അവളുടെ വായിൽ വന്ന തെറികൾ മൊത്തം അവനെ വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. എന്നാൽ അപ്പോഴാണ് നേരത്തെ നമ്മുടെ TKK കേട്ട അതേ ശബ്ദം നയോമി കേൾക്കുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ രണ്ടുപേരും കൂടി ആ ശബ്ദം വന്ന സോഴ്സ് തിരിഞ്ഞുകൊണ്ട് അവിടെ മുഴുവൻ തപ്പാൻ തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കേണലിനെയാണ്. 17 വർഷങ്ങൾക്ക് മുന്നേ ആ ഫംഗസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാർട്ടിന്റെ കൂടെ പോയ കേണലില്ലേ, അതേ കേണല്. അയാൾക്കൊരു കോള് വരുന്നു. നിങ്ങൾ കോൾഡ് സ്റ്റോറേജ് ചെയ്ത് വെച്ചിരുന്ന ആ ഫംഗസ് ഇല്ലേ, അത് വെച്ചിരിക്കുന്ന ആ റൂമിലെ ടെമ്പറേച്ചർ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. ചൂട് കൂടുന്നത് കാരണം ഞങ്ങൾക്ക് ആ ലാബിൽ നിന്നും അലേർട്ട് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ നിങ്ങളെ കോൾ ചെയ്തത്. ഫോണിൽ കൂടി ആ വാർത്ത കേട്ടതും കേണൽ ശരിക്കും ഞെട്ടുന്നു. അന്ന് കാർ തട്ടി നടുപിടിച്ച് വീണില്ലേ, അതിനുശേഷം ആൾക്ക് നടുവിന് നല്ല പണി കിട്ടിയിട്ടുണ്ട്. എങ്കിലും ആ വയ്യാത്ത നടുവും വെച്ച് ആൾ അപ്പോൾ തന്നെ ചാടി എണീക്കുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ TKK നയോമിയും കൂടി ഇപ്പോഴാ ശബ്ദം എവിടുന്നാണെന്ന് വരുന്നതെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എവിടുന്നാണെന്ന് വെച്ചാൽ ഒരു ചുവരിന്റെ പിറകിൽ നിന്നും. നമുക്ക് ആദ്യം ഇവിടെ വലിയൊരു ഹോൾ ഉണ്ടാക്കണം. ഈ ഫോട്ടോ ഇങ്ങനെ ഈ ചുവരിൽ തൂക്കിയിട്ടാൽ ആരും ആ ഹോള് കാണത്തില്ല. മാത്രമല്ല ആ ഹോള് പഴയതുപോലെ ആക്കാൻ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്യാം. നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് ബോസിനോട് പറയുന്നതല്ലേ നല്ലത്? അതങ്ങനെ ശരിയാകും. ചിലപ്പോ ഇതൊരു സ്മോക്ക് അലാറം ആണെങ്കിലോ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ബോംബ്. ഇതെല്ലാം കൂടി പൊട്ടിത്തെറിച്ച് നമ്മൾ ഉൾപ്പെടെ മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് അതെന്താണെന്ന് കണ്ടുപിടിക്കുന്നതല്ലേ. ഒന്നുമില്ലേലും നമ്മളിവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് അല്ലേ. TKKന് ആ ശബ്ദം വരുന്നത് എവിടുന്നാണെന്ന് അറിയാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ നയോമിക്കാണെങ്കിൽ അത് അറിഞ്ഞേ പറ്റൂ. അവൾ ഇത്തിരി ക്യൂരിയോസിറ്റി കൂടി ടൈപ്പാണേ. അതുകൊണ്ട് തന്നെ പറഞ്ഞു മയക്കി അവനെ കൊണ്ട് അവൾ സമ്മതിപ്പിക്കുന്നു. അങ്ങനെ രണ്ടും കൂടി ഒരു കോടാലി വെച്ച് ആ ചുവര് വെട്ടി പൊളിക്കുകയും ചെയ്തു. തലയിട്ട് ഉള്ളിലേക്ക് നോക്കിയപ്പോഴോ അതിനുള്ളിലായിട്ട് ഒരു NTC തെർമിസ്റ്റർ ബ്രീച്ച് ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ. കോൾഡ് സ്റ്റോറേജിലുള്ള ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ, അത് കാരണം ഈ മെഷീനിൽ നിന്നുമാണ് അതിന്റെ അലർട്ട് സൗണ്ട് വരുന്നതും. രണ്ടുപേരും കൂടി ക്യൂരിയോസിറ്റി കാരണം ആ ഹോൾ വഴി അതിനുള്ളിലേക്ക് കയറുന്നു. അപ്പോഴാണ് താഴെ അണ്ടർഗ്രൗണ്ടിലുള്ള കോൾഡ് സ്റ്റോറേജിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു മാപ്പ് അവിടെ കൊടുത്തിരിക്കുന്നവർ കാണുന്നത്. അത് കണ്ടപ്പോഴാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് പോലും അവർക്ക് മനസ്സിലായതും. അപ്പോ നമുക്ക് താഴേക്ക് പോയി അത് നോക്കിയാലോ? അതങ്ങനെ പറ്റും. അതിനവരതൊക്കെ സീൽ ചെയ്തേക്കുമല്ലേ. നീ ഇത് കണ്ടോ, ഇതൊരു ട്യൂബ് ലാഡർ ആണ്. ഇതുവഴി നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും. എന്തായാലും ഈ രാത്രി നമ്മൾ വെറുതെ ഇരിക്കുമല്ലേ, അതുകൊണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. നല്ല ഫണ്ണി ആയിരിക്കും, നീ വാ. ഇതേ സമയം നയോമിയുടെ ഒരു എക്സ് ബോയ് ഫ്രണ്ടിനെ പറ്റി അവൾ പറഞ്ഞിരുന്നില്ലേ, അവനിപ്പോ അവളെ കാണാൻ വേണ്ടി ആ സ്റ്റോറേജിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. വന്നിട്ട് അവളെ കോൾ ചെയ്യാൻ നോക്കിയെങ്കിലും അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് കാരണം അവൻ വീണ്ടും ഒരു വോയിസ് മെയിൽ കൂടി അവളുടെ ഫോണിലേക്ക് അയക്കുന്നു. ഹായ് ഹണി, ഇത് ഞാനാ മാറ്റ്. നീ എന്നോട് ക്ഷമിക്കണം. നേരത്തെ നമ്മൾ തമ്മിൽ ഫോണിൽ വഴക്കുണ്ടായില്ലേ, ആ സമയത്ത് ദേഷ്യത്തിന് പുറത്ത് ഞാൻ
അറിയാതെ നിന്റെ പൂച്ചയെ കൊന്നുപോയി. അതിപ്പോ എന്റെ കാറിന്റെ ഡിക്കിയിൽ കിടപ്പുണ്ട്. ഞാൻ അറിയാതെ ചെയ്തു പോയതാ. സോറി, എന്നോട് ക്ഷമിക്കണം. അവൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡിക്കിയിലായിട്ട് എന്തോ ഒരു ശബ്ദം. അവൻ ശരിക്കും ഞെട്ടി. കാരണം ഓൾറെഡി ചത്ത പൂച്ചയിലെ ഡിക്കിയിൽ കിടക്കുന്നത്. പിന്നെ എങ്ങനെ ശബ്ദം കേൾക്കും? പേടിയുണ്ടെങ്കിലും അവൻ വേഗം ചെന്ന് ആ ഡിക്കി തുറന്നു നോക്കിയപ്പോഴോ ദേ ചത്ത പൂച്ച എണീറ്റിരിക്കുന്നു. ഓ ഗോഡ്, നീ മരിച്ചില്ലായിരുന്നോ? അവൻ അതങ്ങോട്ട് ചോദിച്ചതും ആ പൂച്ച അവന് നേരെ തിരിഞ്ഞൊരു ചീറ്റക്കം. പക്ഷേ അതിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ഫംഗസ് ബാധിച്ചിരുന്നു. 17 വർഷം മുന്നേ മാർട്ടിനെ ബാധിച്ചിരുന്ന അതേ ഫംഗസ്. പക്ഷേ അതിനെപ്പറ്റിയൊന്നും ഇവനറിയില്ലല്ലോ. അവൻ ആ പൂച്ചയെ പിടിക്കാനായിട്ട് അവിടെ മുഴുവനോട്ട് ഒട്ടിക്കുകയാണ്. അതാണെങ്കിൽ അവന് പിടികൊടുക്കാതെ അവന്റെ കയ്യിൽ നിന്നും വഴുതി മുകളിലേക്ക് ചാടി കയറുന്നു. ശേഷം കുഞ്ഞൊരു ആന്റിനെ പോലുള്ളതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയിട്ട് അതിന്റെ തല കൊണ്ടുവന്ന് ആ കമ്പിയിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് ആ പൂച്ച ആത്മഹത്യ ചെയ്യുകയാണ്. അതിന് അടുത്ത സെക്കൻഡിൽ തന്നെ ആ പൂച്ചയുടെ ബോഡി പൊട്ടിത്തെറിച്ചതും അത് ചിന്നിച്ചിതറി കുറച്ചു ഭാഗം താഴെ നിൽക്കുന്നവന്റെ മുഖത്തേക്കാണ് വന്ന് വീഴുന്നത്. മറ്റൊരു ചെറിയ ഭാഗം വന്ന് വീഴുന്നതാണെങ്കിലോ ഈ സ്റ്റോറേജിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ചെറിയൊരു കുന്നിന്റെ മുകളിൽ മേഞ്ഞുകൊണ്ടിരുന്ന ഒരു മാനിന്റെ മുഖത്തേക്കും. ആ ഫംഗസുകൾ ശരീരത്തിലേക്ക് വന്ന് വീണ നിമിഷ നേരം കൊണ്ടാണ് അതിവേഗത്തിൽ പടരാൻ തുടങ്ങിയത്. എന്നാൽ ഇവിടെയും നടന്നതൊന്നും അറിയാതെ നമ്മുടെ ടി കേക്ക് നയോമിയും കൂടി അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള വാതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റോർ റൂമിൽ തന്നെ സീൽ ചെയ്ത നിലയിലായിരുന്നു വാതിലുണ്ടായിരുന്നതും. അങ്ങനെ രണ്ടും കൂടി ആ വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നു. അതിന്റെ ഉള്ളിലായിട്ട് നിറയെ മിലിറ്ററി യൂസ് ചെയ്തിരുന്ന സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ടൈപ്പ് റൈറ്ററുകൾ, ടെലിഫോണുകൾ, ടേബിളുകൾ, കസേരകൾ. അതിന്റെ ഒപ്പം ഈ വൈറസുകളൊക്കെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന സേഫ്റ്റി സ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി മുന്നോട്ട് നടക്കുമ്പോഴാണ് താഴേക്ക് പോകാനുള്ള ആ രഹസ്യ വാതിൽ അവർ കണ്ടെത്തുന്നത്. അത് തുറന്നതും അതിന്റെ ഉള്ളിലായിട്ട് താഴേക്ക് ഇറങ്ങാൻ നീളത്തിലൊരു ഏണി ഉണ്ടായിരുന്നു. കുറഞ്ഞതിന് 500 ഫീറ്റെങ്കിലും കാണും അതിന്റെ ആഴം. ഒരു പെങ്കൊച്ചിന്റെ മുന്നിൽ എങ്ങനെയാ നാണം കിടന്നത്? അത് കാരണം പേടിയുണ്ടെങ്കിലും നമ്മുടെ ടീക്കയ്ക്ക് തന്നെ ആദ്യം താഴേക്ക് ഇറങ്ങുന്നു. തൊട്ട് പിന്നാലെ നയോമിയും. അങ്ങനെ കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ രണ്ടുപേരും ഇപ്പോൾ താഴേക്ക് എത്തിയിരിക്കുകയാണ്. താഴെ മുഴുവനും കാണാൻ ഒരു സബ്വേ ടണൽ പോലെയായിരുന്നു. രണ്ടുപേരും കൂടി അതുവഴി നടന്ന് കുറച്ചു ദൂരം മുന്നോട്ടെത്തിയപ്പോഴാണ് അവർ ആ വാതിൽ കാണുന്നത്. ആ ഫംഗസിനെ വെച്ച് പൂട്ടി സീൽ ചെയ്ത കോൾഡ് സ്റ്റോറേജിന്റെ ഡോറ്. റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് അതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് അവരെ എന്തായാലും അത് തുറക്കാതിരിക്കാൻ പോകുന്നില്ല. ഒരുപാട് വർഷങ്ങൾ പഴക്കം ചെന്നതായതുകൊണ്ട് തന്നെ ആ വാതിൽ തുറക്കാൻ അവൻ അല്പം ഒന്ന് കഷ്ടപ്പെടേണ്ടി വന്നു. ഭാഗ്യത്തിന് കുറച്ച് ബലം പ്രയോഗിച്ചപ്പോഴേക്കും അതെന്തായാലും തുറന്നു കിട്ടി. അങ്ങനെ രണ്ടുപേരും കൂടി ആ റൂമിനുള്ളിലേക്ക് കയറുന്നു. അതിനകത്തായിട്ട് തന്നെ മറ്റൊരു വലിയ വാതിൽ കൂടിയുണ്ട്. അതിന്റെ ഉള്ളിലായിട്ടാണ് കോൾഡ് സ്റ്റോറേജ്. മാത്രമല്ല ആ വാതിൽ നിന്നുമാണ് ഇതുവരെ ഇവർ കേട്ടുകൊണ്ടിരുന്ന സെക്യൂരിറ്റി അലർട്ട് വന്നുകൊണ്ടിരുന്നതും. അതിന്റെ ഉള്ളിലാണല്ലോ ആ ഫംഗസ് ഇരിക്കുന്നത്. പക്ഷെ അതിനെ പറ്റിയൊന്നും ഇവർക്കറിയില്ല. കൂടാതെ ഇപ്പോ നിൽക്കുന്ന റൂമിലാണെങ്കിൽ ഇരുട്ടുകാരൻ ഒന്ന് കാണാനും വയ്യ. അപ്പോഴാണ് അവർ നിൽക്കുന്നിടത്ത് നിന്നും വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നത്. രണ്ടുപേരും വേഗം അങ്ങോട്ടേക്ക് ടോർച്ചടിച്ച് നോക്കിയപ്പോഴോ ആ കണ്ട കാഴ്ചയിലെ രണ്ടുപേര് ശരിക്കും ഞെട്ടി. എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ട എലികള് അതിനെല്ലാം കൂടി ആ പച്ച ഫംഗസ് ബാധിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു പറിച്ച് തിന്നുവാണ്. ഓ ഗോഡ്, ഇതെന്തുവാ ഇത്? കണ്ടിട്ട് തന്നെ ഛർദ്ദിക്കാൻ തോന്നുന്നു. എന്റെ ലൈഫിൽ ഇതുപോലെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന്റെ ദേഹം മുഴുവനും എന്തോ ഒരു തരം ഫംഗസ് ബാധിച്ചിട്ടുണ്ട്. അതും പറഞ്ഞ അവള് ആ ലാബിന്റെ ഡോറിനടുത്തേക്ക് നടക്കുന്നു. ആ ഗ്ലാസ് ഡോറിനുള്ളിലൂടെ അവൾ അകത്തേക്ക് നോക്കിയെങ്കിലും ഇരുട്ടായത് കാരണം ശരിക്കും അകത്തെന്താണ് നല്ലോണം കാണാൻ പറ്റിയില്ല. എന്നാൽ ഉള്ളിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയത് കൊണ്ട് ആ ഫംഗസ് വെച്ചിരിക്കുന്ന ബോട്ടിൽ പൊട്ടിത്തെറിച്ച് അത് ആ ലാബ് മുഴുവനും പടർന്ന് പിടിച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല ആ വാതിലിന് വെളിയിലേക്കും ചെറിയ രീതിയിൽ ആ ഫംഗസ് പടർന്നിട്ടുണ്ട്. അത് കണ്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ കൈകൊണ്ട് അതിനെ തൊടാനായിട്ട് അടുത്തേക്ക് പോയതും നയോമി ദേ ആ പച്ച സാധനം ഡോറിന് വെളിയിലേക്ക് വരെ വന്നിട്ടുണ്ട്. ഈ എലികളുടെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് രണ്ടുപേർക്കും പണി കിട്ടും. അവരങ്ങനെ പറഞ്ഞതും അവൾക്കത് ശരിയാണെന്ന് തോന്നി. രണ്ടും കൂടി വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ആ വാതില് പഴയതുപോലെ തന്നെ സീൽ ചെയ്യുകയും ചെയ്തു. ഇതേ സമയം നയോമിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇല്ലേ, ആളെ ഇപ്പോൾ ആ ഫംഗസ് മുഴുവനായി ബാധിച്ചത് കാരണം ഉള്ളിലുള്ളത് മുഴുവനും പുറത്തേക്ക് ഛർദ്ദിച്ചിടുവാണ്. അതിന്റെ കൂടെ ആ ഫംഗസ് തലച്ചോറിനെ ബാധിച്ചത് കൊണ്ട് ഇപ്പോ അവന്റെ ചിന്തകൾ മുഴുവനും ഇനി കൂടുതൽ ആൾക്കാരെ കണ്ടുപിടിക്കണം എന്നതായിരുന്നു. അങ്ങനെ ചിന്ത വന്നതും അവൻ കാറിൽ നിന്നും തന്റെ തോക്കും എടുത്തുകൊണ്ട് നയോമിയെ തേടി ആ സ്റ്റോറേജിനുള്ളിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. അന്നേരമാണ് അവന്റെ അടുത്തേക്ക് തന്നെ ഇതേ ഫംഗസ് ബാധിച്ച ആ മാനും വരുന്നത്. നേരത്തെ ആ പൂച്ച പൊട്ടിത്തെറിച്ച സമയത്ത് ആ മാനിന്റെ മുഖത്തേക്കും ഈ ഫംഗസ് തെറിച്ചു വീണില്ലായിരുന്നോ? അതേ മാനാണിത്. അങ്ങനെ രണ്ടുപേരും കൂടി ആ സ്റ്റോറിനുള്ളിലേക്ക് നടക്കുന്നു. ഇവിടെ ഇതേ സമയം നയോമിയും ടീക്കും കൂടി മുകളിലേക്ക് വരികയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും നയോമി കാണുന്നതാണെങ്കിൽ ദേ ഒരു മാൻ അവളെ തുറച്ചു നോക്കി നിൽക്കുന്നു. ഒരു മാനൊക്കെ ഇതിനകത്ത് എങ്ങനെ വന്ന് കയറാനാ? അവൾ അത്ഭുതത്തോടെ കുറച്ചും കൂടി അടുത്തേക്ക് ചെന്ന് നോക്കിയതും ദേ ആ മാൻ ചെന്ന് തനിയെ ലിഫ്റ്റ് ഒക്കെ തുറന്ന് അതിനകത്തേക്ക് കയറുന്നു. അതെങ്ങനെ ഒരു മാൻ തനിയെ ലിഫ്റ്റിനുള്ളിൽ കയറുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ മിലിറ്ററി അടച്ചു വെച്ചിരുന്ന ഫംഗസ് ടെമ്പറേച്ചർ അധികമായതും ആ ഗ്ലാസ് പൊട്ടിച്ച് പുറത്തേക്ക് ചാടിയായിരുന്നു. പതിയെ പതിയെ
അത് ആ ലാബ് മുഴുവനും പടർന്നു പിടിച്ച് ആ ഇരുമ്പ് കഥവ് വരെ തുളച്ച് പുറത്തേക്ക് വന്നതും മണിക്കൂറുകൾക്ക് മുന്നെയാണ് ഒരു പാറ്റ വന്ന് ആ വൈറസിനെ തിന്നുന്നത്. അതോടെ പാറ്റയുടെ ശരീരം മുഴുവനും ഫംഗസ് ബാധിച്ചു. ഈ പാറ്റ പോകുന്ന വഴിക്ക് കുറെ എലികൾ അതിനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ആ പാറ്റ എന്തൊക്കെയോ വഴികൾ കൂടി നൂണ്ടു നുഴഞ്ഞോടുന്നു. അങ്ങനെയായിരുന്നു ആ എലികൾക്കും വൈറസ് ബാധിച്ചത്. പാറ്റയാണെങ്കിൽ സകല പൊത്തിൽ കൂടെ ഓടി ഓടി ഒടുക്കം ഒരു ഹോൾ വഴി മിനിറ്റുകൾക്ക് മുന്നെയാണ് പുറത്തേക്ക് ചാടിയത്. എന്നാൽ ആ പാറ്റ പുറത്തേക്ക് വന്ന സെക്കൻഡിൽ തന്നെയായിരുന്നു നയോമിയുടെ എക്സ് തന്റെ കാറ് കൊണ്ടുവന്ന് ആ പാറ്റയുടെ പുറത്തേക്ക് കയറ്റി നിർത്തിയതും. അതോടെ പാറ്റ പടമായെങ്കിലും അതിലെ ഫംഗസ് ചാവില്ലല്ലോ. അത് പൊട്ടിത്തെറിച്ച് അതിലെ ഫംഗസ് മുഴുവനും ആ കാറിന്റെ ടയറിൽ കൂടി പറന്ന് മുകളിലേക്ക് കയറി. ഡിക്കി വഴി അതിനുള്ളിൽ ചത്തുകിടന്ന ആ പൂച്ചയുടെ ദേഹത്തേക്ക് കയറുന്നു. അങ്ങനെയാണ് ചത്ത പൂച്ചയെ വൈറസ് ബാധിച്ചതും അതിന് ജീവൻ വെച്ചതും. ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങളുടെ കിടപ്പ്. ഇവിടെയാണെങ്കിൽ ആ മാനിന്റെ ആ പെരുമാറ്റവും കോലവും എല്ലാം കണ്ടതും എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ടികെക്ക് തോന്നി. ഇനി ഇവിടെ നോക്കിക്കൊണ്ട് നിന്നാലേ പണി പാളും. അതുകൊണ്ട് നമ്മൾ താഴെ അണ്ടർഗ്രൗണ്ടിലായിട്ട് DTR എന്നൊരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റി എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, അവരെ വിളിച്ച് കാര്യം പറയാം. അതും പറഞ്ഞ് അവളെയും കൊണ്ട് അവൻ മുകളിലേക്ക് ചെന്നതും അവരെക്കാളും മുന്നേത്തെ ആ മാൻ ലിഫ്റ്റ് വഴി മുകളിലേക്ക് കയറി വരുന്നു. മാത്രമല്ല അതൊരുമാതിരി കള്ളു കുടിച്ച് ആടിക്കൊഴിഞ്ഞ് എന്തൊക്കെയോ കാണിക്കുവാണ്. ഇതൊട്ടും ശരിയല്ല, എന്തോ കുഴപ്പമുണ്ട്. അവൻ അങ്ങോട്ട് അത് പറഞ്ഞതും ആ മാനവനെ തിരിഞ്ഞു തൂറിച്ചൊരു നോട്ടം. ശേഷം അവർ രണ്ടുപേരെ നോക്കി അത് പാഞ്ഞൊഴി അടുത്തേക്ക് വരുന്നത് കണ്ടതും അവള് പെട്ടെന്ന് അവനെയും കൊണ്ട് മാറി സൈഡിലേക്ക് നിന്നു. ആ സെക്കൻഡിൽ തന്നെയാണ് ആ മാൻ പൊട്ടിത്തെറിച്ച് ചത്തതും. ഭാഗ്യത്തിന് ഒരു വശത്തേക്ക് മറഞ്ഞു നിന്നതുകൊണ്ട് രണ്ടുപേരുടെ ദേഹത്തേക്ക് വീണില്ല. ഇതൊക്കെ കണ്ട നമ്മുടെ ടികെക്കിന്റെ നയോമിയുടെ അവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്നാൽ ആ ഞെട്ടലൊന്ന് മാറുന്നതിന് മുന്നെയാണ് നയോമി ഹണി ഞാൻ വന്നു എന്ന് പറഞ്ഞ അവളുടെ എക്സ് അങ്ങോട്ടേക്ക് വരുന്നത്. നീ എന്താ ഇവിടെ? അല്ല നിനക്കെന്താ പറ്റിയത്? അവന്റെ ആ കോലം കണ്ടതും ആരായാലും ചോദിച്ചു പോകും. ഞാൻ അറിയാതെ നിന്റെ പൂച്ചയെ വെടിവെച്ച് കൊണ്ടുപോയി. പക്ഷെ ഞാൻ കരുതിയത് അത് ചത്തന്നാ. എന്നാൽ അത് പൊട്ടിത്തെറിച്ചു. അപ്പോ ഒരു പച്ച സാധനം എന്റെ ദേഹത്ത് മൊത്തമായി. അതുകൊണ്ട് നീ നിന്റെ വായെന്ന് തുറന്നേ. അവനങ്ങനെ പറഞ്ഞതും ഇവന്റെ എന്ത് കോക്കനട്ടാ പറയുന്നതെന്ന് പോലെ രണ്ടുപേരും നോക്കി നിന്ന് പോയി. മര്യാദയ്ക്ക് നിന്റെ വാ തുറക്കാനാ പറഞ്ഞത്. അതും പറഞ്ഞ് അവനൊരു തോക്കെടുത്ത് രണ്ടുപേരെ നോക്കി ചാറപ്പറ വെടിവെക്കാൻ തുടങ്ങി. അതോടെ അവർ രണ്ടും കൂടി ജീവനും കൊണ്ട് താഴേക്ക് ഓടി. താഴെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള കുറെ സ്റ്റോറേജ് ഏരിയസ് ഇല്ലേ, അവിടേക്കാണ് രണ്ടും കൂടി ഓടിയത്. നയോമി നയോമി എന്ന് വിളിച്ചുകൊണ്ട് ഇല്ല വട്ട് സാധനം പിറകെയും. അങ്ങനെ ഓടി ഓടി രണ്ടുപേരും കൂടി ഒരു സ്റ്റോറേജിന്റെ ഷട്ടർ തുറന്ന് അതിനുള്ളിലേക്ക് കയറുന്നു. പക്ഷേ അത് അടയ്ക്കുന്നതിന് മുന്നേ തന്നെ ആ ഫംഗസ് ബാധിച്ചവൻ അതിന്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ വന്ന് നിൽക്കുകയും ചെയ്തു. എങ്ങാനും ഷട്ടർ അടയ്ക്കാൻ നോക്കിയാൽ അതിന്റെ ശബ്ദം കേട്ട് അവരെ പിടിക്കില്ലേ. ഭാഗ്യത്തിന് ആ ഫംഗസിന് ബുദ്ധിയില്ലാത്തത് കൊണ്ട് അവർ ആ സ്റ്റോറേജിനുള്ളിലുണ്ടെന്ന് അതിന് മനസ്സിലായില്ല. അവിടെ മുഴുവനും നോക്കിയിട്ടും അവരെ കാണാതെ അത് തിരികെ പോയതും രക്ഷപ്പെട്ടെന്ന സമാധാനത്തിൽ രണ്ടുപേരും കൂടി ഒന്ന് നിവർന്നു നിന്നപ്പോഴാണ് നമ്മുടെ ടികെക്കിന്റെ കൈതട്ടി ആ സ്റ്റോറേജിനകത്തുണ്ടായിരുന്ന എന്തൊക്കെ സാധനങ്ങളെല്ലാം കൂടി തട്ടി തറയിലേക്ക് വീഴുന്നത്. മതിയല്ലോ. ആ ശബ്ദം കേട്ട് തിരികെ പോയ ലങ്ങേര് അതുപോലെ തന്നെ തിരിഞ്ഞു വന്ന് ആ ഷട്ടർ പിടിച്ച് പോക്കാൻ നോക്കിയതും രണ്ടുപേരും കൂടി പെട്ടെന്ന് തന്നെ ആ ഷട്ടർ പിടിച്ച് താത്തങ്ങ് ലോക്ക് ചെയ്തു. അങ്ങേരുടെ കൈ അതിനിടയിൽ പെട്ടെന്ന് ചതഞ്ഞരയുകയും ചെയ്തായിരുന്നു. ഇനി വെയിറ്റ് ചെയ്യുന്നത് ശരിയാവില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് DTR അറിയിച്ചു പറ്റൂ കാര്യങ്ങള്. അതും പറഞ്ഞ് നയോമി താഴെ ബേസ്മെന്റിൽ കണ്ട ആ നമ്പറിലേക്ക് വേഗം തന്നെ കോൾ ചെയ്യുന്നു. ആ കോള് ചെല്ലുന്നതാണെങ്കിലോ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേണലിനും. ഹലോ, ഇവിടെ സ്റ്റോറേജിലെ എന്തോ ഒരു വൈറസോ ഫംഗസോ ഞങ്ങൾക്കറിയില്ല, എന്തോ ഒരു സാധനം ഞങ്ങൾ ആക്രമിക്കാൻ നോക്കുക. നീ രണ്ടാമത് പറഞ്ഞതാ ശരി, അതൊരു ഫംഗസ് ആണ്. എനിക്ക് ഇതിനെ പറ്റി എല്ലാം അറിയാം. നിങ്ങളിപ്പോ സേഫ് ആണോ? ഞങ്ങളൊരു സ്റ്റോറേജിനുള്ളിൽ കയറി ലോക്ക് ചെയ്തിരിക്കുവാ. നല്ല കാര്യം. ഒരിക്കലും ആ ഫംഗസുമായിട്ട് ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാകാൻ പാടില്ല. പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സിറ്റുവേഷൻ ഞങ്ങൾ ഇതിനു മുന്നേ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ഫംഗസ് നിങ്ങളുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. മാക്സിമം ഒരു 40 മിനിറ്റ്. അതുവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കണം. പിന്നെ ഈ കാര്യം പറഞ്ഞ് ഞങ്ങളെ അല്ലാതെ വേറെ ആരും വിളിക്കാനും പാടില്ല. അത്രയും പറഞ്ഞ് കേണല് കോള് കിട്ടിയിരുന്നു. അയാളോട് സംസാരിച്ചപ്പോൾ തന്നെ രണ്ടുപേർക്കും നല്ലൊരു ആശ്വാസം തോന്നി. ഇനി 40 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോഴേക്കും തങ്ങളെ രക്ഷിക്കാൻ ഇവിടേക്ക് ആൾക്കാർ വരുമല്ലോ. അങ്ങനെ സമാധാനത്തോടെ അവര് കുറച്ചു നേരം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുകളിലായിട്ട് എന്തൊക്കെയോ വണ്ടികൾ വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. യെസ്, നമ്മളെ രക്ഷിക്കാൻ ആർമി വന്നു. ഇത്ര പെട്ടെന്ന് ആർമി വന്നോ? പക്ഷേ ശരിക്കും വന്നത് ആർമി അല്ലായിരുന്നു. തുടക്കത്തില് ഇവനോട് വഴക്കിട്ട് പോയ അവന്റെ ബോസ് ഇല്ലേ, അയാളും അയാളുടെ കുറെ കൂട്ടുകാരും കൂടിയായിരുന്നു വന്നത്. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി പുറത്തു കൊണ്ട് വിൽക്കുന്ന കാര്യം അവനോട് പറഞ്ഞില്ലായിരുന്നോ? അതിനുവേണ്ടി തന്റെ കൂട്ടുകാരെ എല്ലാം കൂട്ടി വന്നതാണ് കക്ഷി. പക്ഷേ ഇവിടെ നടന്ന സംഭവങ്ങളും അകത്ത് മറ്റൊരു ആറ്റം ബോംബ് ഇരിക്കുന്ന കാര്യമൊന്നും ഇവർക്കറിയില്ലല്ലോ. എല്ലാം കൂടി അകത്ത് കയറിയപ്പോ കണ്ടതാണെങ്കിലോ ഹാൾവേയിലായിട്ട് എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ച് ചത്ത് കിടക്കുന്നു. അതിന്റെ കൂടെ താൻ പൊന്നുപോലെ കണ്ടു നടന്ന ഈ സ്റ്റോറിന്റെ ഭിത്തിയൊക്കെ ദേ വെട്ടിപ്പൊളന്ന് വെച്ചേക്കുന്നു. ആർക്കായാലും ദേഷ്യം വരും. ടികെക്കെ, നിന്നെ ഞാനിന്ന് കൊല്ലും. മര്യാദയ്ക്ക് പുറത്തേക്ക് വന്നോ. ഇനി നിനക്ക് ഇവിടെ ജോലിയില്ല.
ഓ അങ്ങനെ ചുവര് കണ്ടെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, ഇതൊക്കെ എന്തുവാ? ഡോ, അതൊക്കെ പിന്നെ നോക്കാം. ആദ്യമായി ടിവികളെല്ലാം എടുത്ത് ട്രക്കിൽ കയറാൻ നോക്ക്. നമുക്ക് 20 മിനിറ്റേ സമയമുള്ളൂ, അതിനു മുന്നേ ഇവിടുന്ന് പോണം. ഇപ്പോ നമ്മുടെ ടീ കേക്കിനെ എടുത്ത് പഞ്ഞിക്കിടാൻ ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് തന്നെ അത് പിന്നത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് അയാൾ തന്റെ കൂട്ടുകാരുമായിട്ട് നേരെ സ്റ്റോറേജ് ഏരിയയിലേക്ക് പോകുന്നു. അതിനുള്ളിലാണെങ്കിൽ നിറയെ 4K ടിവികളായിരുന്നു. അതിലെ കുറച്ചെണ്ണം അടിച്ചു മാറ്റി വിൽക്കാനാണ് എല്ലാത്തിന്റെ പ്ലാൻ. 3-4 ഒക്കെ അതുങ്ങൾ അടിച്ചു മാറ്റി ട്രക്കിൽ കയറ്റുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് നമ്മുടെ ഫംഗസ് ബാധിച്ച നവയോമിയുടെ എക്സില്ലേ, അവന് കാണുന്നുണ്ടായിരുന്നു. അതിവിടുന്ന് പോയെന്ന് തോന്നുന്നു. നമുക്ക് പുറത്തിറങ്ങിയാലോ? അത് പോയാലും ഇല്ലേലും ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഇല്ല. നമ്മൾ ചെന്നില്ലെങ്കിൽ വന്നവരെ മുഴുവനും ആ ഫംഗസ് ബാധിക്കും. എന്നെ കാത്ത് എന്റെ വീട്ടിൽ മോളുണ്ട്, അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ എന്റെ കുഞ്ഞ് എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ എങ്ങോട്ട് വരുന്നില്ല. പക്ഷെ അവനാണെങ്കിൽ അവൾ പറയുന്നത് കേട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ ഷട്ടർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും നയോമി എന്റെ പുറകെ പോകുന്നു. ഇതേ സമയം ഇവിടെ അടിച്ചു മാറ്റില് തകൃതിയായിട്ട് നടക്കുമല്ലേ. അവരുടെ ആ സ്റ്റോറേജിനടുത്തേക്കാണ് ആ പൂപ്പല് ബാധിച്ചവൻ ചെല്ലുന്നത്. എന്റെ കർത്താവേ, നിനക്കിത് എന്തോ പറ്റിയത്? അവരതങ്ങോട്ട് ചോദിച്ചതും ലങ്ങേര് വാ തുറന്ന് ടാങ്ക് തുറന്നു വിട്ടതുപോലെ ഫംഗസിന് മുഴുവനും അവരുടെ ദേഹത്തേക്ക് വാള് വെച്ചത് ഒരുമിച്ചായിരുന്നു. ഒന്നുപോലും മിസ്സാകാതെ സകലതിന്റെ ദേഹത്തായിട്ടുണ്ട്. ശേഷം അവർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ആ ഷട്ടർ പിടിച്ചങ്ങ് താത്തിറുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ ടീ കേക്ക് നയോമിയും. എന്നാൽ ആ ഷട്ടർ അടച്ചതും ആ പൂപ്പല് ബാധിച്ചവൻ പിന്നെ ഇവരുടെ നേർക്കാണ് തിരിയുന്നത്. എങ്ങനെയെങ്കിലും ഇവരുടെ ദേഹത്തേക്കും ആ ഫംഗസിനെ പകർത്തണ്ടേ. അതിനുവേണ്ടി അവരുടെ പിറകെ ഇങ്ങനെ പാഞ്ഞു വരുമ്പോഴാണ് പെട്ടെന്ന് അതിന്റെ തലക്കിട്ട് ആരോ വെടിവെക്കുന്നത്. അത് വേറെ ആരുമല്ല, തുടക്കത്തിൽ കാണിച്ച മുത്തശ്ശിയില്ലേ, മുത്തശ്ശിയുടെ പണിയാണ്. ഉറങ്ങിക്കിടന്ന ആള് ഇവിടുത്തെ ശബ്ദം കേട്ടുകൊണ്ട് എഴുന്നേറ്റ് വന്നതായിരുന്നു. ഇങ്ങനെയൊരു കോലം കണ്ട ആരായാലും വെടിവെച്ച് പോവില്ലേ. എന്നാൽ വെടിവെച്ച അടുത്ത സെക്കൻഡിൽ തന്നെ അങ്ങേരുടെ ശരീരം മുഴുവൻ പൊട്ടിത്തെറിച്ചു പോകുന്നു. ഭാഗ്യത്തിന് ഇത്തവണയും അത് ഇവരുടെ ആരുടെ ദേഹത്ത് വീണില്ല. മുത്തശ്ശി വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്, ഇവിടെ ഒട്ടും സേഫ് അല്ല. അതും പറഞ്ഞ് അവൻ വേഗം തന്നെ ആ മുത്തശ്ശി അവിടുന്ന് പറഞ്ഞു വിടുന്നു. ശേഷം ഈ കാര്യം തന്റെ ബോസിനോട് പറയാൻ വേണ്ടി അയാളെ അന്വേഷിച്ച് അവിടെ എല്ലാം നടക്കുന്നു. എന്നാ ബോസ് ആണെങ്കിൽ ഇതേ സമയം ഒരു തോക്കും എടുത്തുകൊണ്ട് ടീ കേക്കിനെ അന്വേഷിച്ച് അവിടെ മുഴുവൻ അലയുകയായിരുന്നു. ഒടുക്കം രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടി. നീ അല്ലേടാ ഇപ്പൊ വെടിവെച്ചത്? മര്യാദയ്ക്ക് തോക്ക് താഴെയിട്ടോ. സത്യമായിട്ട് എന്റെ കയ്യിൽ തോക്കൊന്നുമില്ല. തോക്കില്ലെങ്കിൽ 2 കൈയും പൊക്കി ആ മതിലോട്ടൊന്ന് ചാരി നിന്നേ, ഞാൻ നിന്നെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അതും പറഞ്ഞ് ആ ബോസ് അവന്റെ അടുത്തേക്ക് നടക്കാൻ പോയപ്പോഴാണ് നേരത്തെ ആ പൂപ്പല് ബാധിച്ചവൻ ഇങ്ങനെയുടെ കൂട്ടുകാരെ എല്ലാം കൂടെ ഒരു സ്റ്റോറേജിനകത്തിട്ട് പൂട്ടിയില്ലേ, അതിന്റെ ഷട്ടറിൽ അവർ കടന്ന് പടപടാന്ന് അടിക്കാൻ തുടങ്ങിയത്. ഇപ്പോ സകലതിന് ഫംഗസ് ബാധിച്ചിട്ടുണ്ട്. ഡാ, അതെന്റെ ഫ്രണ്ട്സ് അല്ലേ, നീയല്ലേ അവരെ അതിനകത്തിട്ട് പൂട്ടിയത്? മര്യാദയ്ക്ക് തുറന്നോ? അങ്ങനെയൊന്നും തുറക്കാൻ പറ്റത്തില്ല. അവരിപ്പോ നിന്റെ കൂട്ടുകാരൊന്നും അല്ല, ഫംഗസാ ഫംഗസ്. അതങ്ങാണം വെളിയിൽ വന്ന നമുക്ക് തന്നെ പണി. നീ കൂടുതൽ വർത്തമാനം പറയാതെ മര്യാദയ്ക്ക് ഡോർ തുറക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ നിന്നെ വെടിവെക്കും. അതും പറഞ്ഞ് അയാളൊന്ന് മുന്നോട്ട് നടന്നതും അറിയാതെ ഒന്ന് കാല് സ്ലിപ്പായി പോയി ജസ്റ്റ് ഒന്ന് വെടിപൊട്ടി. അത് കൊള്ളുന്നതാണെങ്കിലോ നമ്മുടെ ടീ കേക്കിന്റെ കയ്യിലും. വെടിവെച്ച ആളും കരുതിയില്ല, കൊണ്ട ആളും കരുതിയില്ല. താനെന്നെ ശരിക്കും വെടിവെച്ചോ? ആ വെച്ചു, ഇനിയും വെക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് തുറക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ അടുത്ത ബുള്ളറ്റ് നിന്റെ തല തുളച്ചു കയറും പറഞ്ഞേക്കാം. ടീ കേക്കിന് തുറക്കാതെ വേറെ വഴിയില്ലല്ലോ. അവൻ പതിയെ നടന്ന ആ ഡോറിന്റെ അടുത്തേക്ക് ചെന്ന് പതിയെ കുനിഞ്ഞുകൊണ്ട് ആ ഷട്ടർ ഓപ്പൺ ചെയ്യാനായിട്ട് പോയതാണെന്ന് നമ്മൾ കരുതിയെങ്കിലും അവൻ ആ ലോക്ക് വെച്ച് മൊത്തത്തിൽ അതങ്ങ് പൂട്ടിയിട്ടു. താ അവരാതി എന്നും പറഞ്ഞ് അയാൾ അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതും പെട്ടെന്ന് നയോമി വന്നു ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊണ്ട് സകലതിന്റെ മുഖത്തടിച്ച ശേഷം അവനെ കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. ഓടി ഓടി ഒരു വിധത്തില് പിറകിലുള്ള വഴിയിൽ കൂടി നേരെ അവർ പുറത്തേക്കാണ് വരുന്നത്. എന്നാൽ അപ്പോഴേക്കും അവരെ തേടി കേണൽ അവിടേക്ക് വന്നിരുന്നു. നിങ്ങളോടാണോ ഞാൻ ഫോണിൽ സംസാരിച്ചത്? നിങ്ങളുടെ ടീം എവിടെ? ഇതൊരു സീക്രട്ട് പ്രോജക്റ്റ് ആണ്, നമ്മൾ തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടി വരും. അതും പറഞ്ഞ് അയാൾ അവരെയും കൊണ്ടുപോയി തന്റെ കാറിന്റെ ഡിക്കിയിലുണ്ടായിരുന്ന വലിയൊരു ബോംബ് കാണിക്കുന്നു. ഇതെന്താ, സ്യൂട്ട് കേസ് ബോംബോ? ഇത് സ്യൂട്ട് കേസ് ബോംബൊന്നുമല്ല. ആരെങ്കിലും സ്യൂട്ട് കേസിനകത്തൊക്കെ ബോംബ് കൊണ്ട് നടക്കുവോ? പിന്നെ ഇതെന്താ സാധനം? നിങ്ങൾ ഇത് വെച്ച് ഇവിടെയുള്ള ആൾക്കാരെ മുഴുവനും കൊല്ലുവോ? ഇത് എല്ലാവരെയും കൊല്ലത്തൊന്നുമില്ല. ഇത് നിങ്ങൾ താഴെയുള്ള ആ കോൾഡ് സ്റ്റോറേജിനകത്ത് കൊണ്ടുപോയി വെക്കണം. 15 മിനിറ്റ് കഴിയുമ്പോൾ ബോംബ് പൊട്ടും. അപ്പോ ആ ഭാഗത്തുള്ള ഫംഗസ് ഉൾപ്പെടെയുള്ള സകലം ചത്തുപോയിക്കോളും. പ്രശ്നം സോൾവ്. സാറ് പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം. നീ കണ്ടതിന്റെ ആ ഫംഗസ് എത്രമാത്രം അപകടമാണെന്ന്. നയോമി കൂടി അങ്ങനെ പറഞ്ഞതും അവൻ അത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. ചെയ്യാതെ വേറെ വഴിയില്ല. നിങ്ങൾ ഈ ബോംബ് കൊണ്ടുവന്ന് വെച്ചിട്ട് ദേ ഈ സ്വിച്ച് ഓൺ ചെയ്യണം. ശേഷം 16 മിനിറ്റിനുള്ളിൽ തന്നെ രണ്ടുപേരും പുറത്തേക്ക് വരികയും ചെയ്യണം. അതും പറഞ്ഞ് ആള് 2 പേർക്ക് ഇടാൻ വേണ്ടി ഒരു സ്യൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേണൽ കൊടുത്ത ഗണ്ണും ബോംബും എല്ലാം കൊണ്ട് ആ സ്യൂട്ട് കേസൊക്കെ ഇട്ട് നയോമിയും ടീ കേക്കും കൂടി താഴെയുള്ള കോൾഡ് സ്റ്റോറേജിലേക്ക് പോകുന്നു. പക്ഷേ കേണൽ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ഫംഗസ് ബാധിച്ച കുറെ ആൾക്കാർ അകത്തുണ്ടല്ലോ, അവരാരും ഈ സ്റ്റോറേജ് വിട്ട് വെളിയിലേക്ക് പോകാൻ പാടില്ല. ഇതേ സമയം ഇവിടെ നമ്മുടെ ബോസില്ലേ, ആള് തന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ലോക്കൊക്കെ എങ്ങനെയൊക്കെ പൊട്ടിച്ച് ആ ഷട്ടർ അങ്ങ് തുറക്കുന്നു. എന്നാൽ അതിനുള്ളിൽ നിൽക്കുന്ന തന്റെ കൂട്ടുകാരുടെ കോലം കണ്ടതും ആള് ശരിക്കും ഞെട്ടി. അപ്പോഴാണ് ടീ കേക്ക് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ആൾക്ക് ബോധ്യം വന്നതും. പക്ഷെ ഇനി
പറഞ്ഞിട്ടെന്താ, തുറന്നു പോയില്ലേ? അതിനകത്തുണ്ടായിരുന്നവരെല്ലാം ഇപ്പോൾ മുഴുവനായിട്ട് ഫംഗസിന്റെ കൺട്രോളിലാണ്. ആ ബോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ ഇവരെ കണ്ട് പേടിച്ചോടി രക്ഷപ്പെടാൻ നോക്കിയതാണ്. പക്ഷേ ചെന്ന് മലനടിച്ച് വീണതാണെങ്കിൽ നേരത്തെ ആ പൂപ്പല് ബാധിച്ചവൻ പൊട്ടിത്തെറിച്ച് കടന്നില്ലേ, അതിന്റെ മണ്ടയിലേക്കും. ഇനി ആളും ഉടനെ തന്നെ ആ ഫംഗസായി മാറും. പക്ഷെ അങ്ങേരാണെങ്കിൽ ഉള്ള ജീവനും കൊണ്ട് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ്. എന്റെ അടുത്തേക്ക് വരരുത്, ദൂരെ മാറി നിന്നോ, നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. അതും പറഞ്ഞ് അവര് മുന്നേ നടന്നതും പിറകെ തോക്കും കൊണ്ട് ആ ബോസ് അവരുടെ കൂടെ നടക്കുന്നു. പക്ഷേ 3 പേരുണ്ടായിരുന്നല്ലോ ആ സ്റ്റോറേജിനകത്ത്. അതിനെ കാണാഞ്ഞ് അങ്ങേരെത്തി നോക്കിയതും ആ പെണ്ണ് അതിനകത്ത് തന്നെ നിൽപ്പുണ്ട്. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, വരുന്നില്ലേ? അങ്ങേരതങ്ങോട്ട് ചോദിച്ചതും ആ പെണ്ണിന്റെ തല പൊട്ടിത്തെറിച്ചത് ഒരുമിച്ചായിരുന്നു. ഇതേ സമയം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ പേടിച്ചോടി മുകളിലേക്ക് പോയില്ലേ, അങ്ങേരെ നേരെ ചെന്ന് പെടുന്നതാണെങ്കിൽ നമ്മുടെ കേണലിന്റെ മുന്നില്. ആളുടെ കയ്യിലുള്ള സെൻസർ വെച്ച് വരുന്നയാള് ഫംഗസ് ബാധിച്ചതാണെന്ന് മനസ്സിലായതും അപ്പൊ തന്നെ തോക്ക് വെച്ച് അങ്ങേരെ കീച്ചു കളഞ്ഞു. ഇവിടെ നമ്മുടെ ടീക്കയ്ക്ക് നയോമിയും കൂടി ആ ബോംബുമായിട്ട് ഇപ്പോൾ കോൾഡ് സ്റ്റോറേജിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ചു മുന്നേ അവരോട് വന്ന സമയത്ത് ആ ഡോറിന്റെ ചെറിയൊരു ഭാഗത്ത് മാത്രമായിരുന്നു ഫംഗസ് സ്പ്രെഡ് ആയിരുന്നത്. എന്നാൽ ഇപ്പോ ചെന്നപ്പോഴോ ആ ഡോറും കടന്ന് അവരിപ്പോൾ നിൽക്കുന്ന മുറിയുടെ ചുവരടക്കം ആ ഫംഗസ് സ്പ്രെഡ് ആയിരിക്കുകയാണ്. അവര് വേഗം തന്നെ സമയം കളയാതെ ആ ബോംബ് തറയിലേക്ക് വെച്ചുകൊണ്ട് അത് ഓൺ ചെയ്യാൻ നോക്കുന്നു. അതിനുവേണ്ടി കേണല് കാണിച്ചു കൊടുത്തതുപോലെ തന്നെ അവർ ആ ബോംബ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ആ നഗ്ന സത്യം അവർ തിരിച്ചറിയുന്നത്. എന്താണെന്ന് വെച്ചാൽ അങ്ങേര ആ ബോംബ് ഓൾറെഡി ഓൺ ചെയ്തിട്ടാണ് ഇവരുടെ കയ്യിൽ കൊടുത്തത്. ഇനി വെറും 6 മിനിറ്റ് കൂടിയേ ഉള്ളൂ ബോംബ് പൊട്ടാൻ. പന്നക്കിളവൻ രണ്ടും കൂടി ജീവനും കൊണ്ട് അപ്പൊ തന്നെ അവിടെ ഓടുന്നു. ഇതേ സമയം നമ്മുടെ ബോസ് ആണെങ്കിൽ ആ 2 പേരും കൂട്ടി മുകളിലേക്ക് വരുമല്ലേ. എന്നാൽ ആ കൂട്ടത്തിലെ ഒരു പെണ്ണാണെങ്കിൽ പെട്ടെന്ന് തിരിഞ്ഞോടിക്കളഞ്ഞു. അവളുടെ പുറകെ പോകാൻ എന്തായാലും പറ്റില്ല. അത് കാരണം ബാക്കിയുള്ള ഒരാളെയും കൊണ്ട് ബോസ് ഇപ്പോൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അയാളുമായിട്ട് നടന്ന് പുറത്തേക്കുള്ള വാതിലിനടുത്തേക്ക് ചെന്നതും നമ്മുടെ കേണല് പെട്ടെന്ന് ആളെ തിരിച്ചറിഞ്ഞു. വരുന്നതിൽ ഒരുത്തന് മൊത്തത്തിൽ ഫംഗസ് ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങേരെയും അപ്പോ തന്നെ തോക്ക് വെച്ച് ചാറ പറന്ന് വെടിവെച്ച് കൊന്നു കളഞ്ഞു. പക്ഷേ വെടികൊള്ളാതെ ബോസ് രക്ഷപ്പെട്ടു കേട്ടോ. ഈ കിളവനെ ഞാൻ ഇന്ന് കൊല്ലും. അതും പറഞ്ഞ് ബോസ് തോക്കും കൊണ്ട് നമ്മുടെ കേണലിനെ കൊല്ലാനായിട്ട് വന്നപ്പോഴാണ് കറക്റ്റ് ആയിട്ട് കേണലിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ആ ലേഡി അങ്ങോട്ടേക്ക് വരുന്നത്. വർഷങ്ങൾക്ക് മുന്നേ മാർട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ലേഡി ഓഫീസറില്ലേ, അതേ ലേഡി. അവര് വന്ന് ചോദ്യമില്ല പറച്ചിലുമില്ല, നേരെ എൻകൗണ്ടർ ആയിരുന്നു. അപ്പോഴേക്കും ഒരുവിധം രക്ഷപ്പെട്ട് നയോമി ടീക്ക് കൂടി മുകളിലേക്ക് എത്തി. അവരെ കണ്ട് അവരെ ഷൂട്ട് ചെയ്യാനായിട്ട് ആ ലേഡി നോക്കിയെങ്കിലും കേണല് പെട്ടെന്ന് തടഞ്ഞു. അവരെ വിട്ടേക്ക്, അവർ നമ്മുടെ പിള്ളേരാ, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം. അങ്ങനെ ടീക്കേക്ക് നടുവും തല്ലി വീണ് കിടന്ന നമ്മുടെ കേണലിനെ ഒരു വിധത്തിൽ പിടിച്ചു പൊക്കിയെടുത്ത് കാറിനുള്ളിൽ കയറ്റിയിരുത്തി. ഡോ കിളവ, താൻ ആ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളെ ഈ തന്നത് ഞങ്ങളെ കൊല്ലാനല്ലേടോ? ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യില്ലായിരുന്നു. എങ്ങനെയാണെങ്കിലും നിങ്ങൾ പുറത്തു വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. അങ്ങനെ 4 പേരും കൂടി മാക്സിമം സ്പീഡിൽ കാർ പറപ്പിച്ചു വിടുന്നു. അവരാ സ്റ്റോറേജിന്റെ ഗേറ്റ് കടന്നതും ബോംബ് പൊട്ടിയത് ഒരുമിച്ചാണ്. പക്ഷേ അതൊരു ചെറിയ പൊട്ടലല്ലായിരുന്നു കേട്ടോ, ഒരൊന്നൊന്നര പൊട്ടലായിരുന്നു. ഭൂമി വരെ പിളർന്ന് കീറി കിടക്കുള്ള സ്ഫോടനം. എന്തോ ഭാഗ്യത്തിനാണ് അതിൽ പെടാതെ അവർ 4 പേര് രക്ഷപ്പെട്ടതും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പൊട്ടിയത് ഒരു കുഞ്ഞാണ് ബോംബായിരുന്നു. അതിനെയാണ് നമ്മുടെ ടീക്കേക്ക് സ്യൂട്ട് കേസ് ബോംബ് എന്നൊക്കെ പറഞ്ഞ് ചെറുതാക്കിയത്. എന്തായാലും ആ ഏരിയ മുഴുവനും പൊട്ടിത്തെറിച്ച് ഫംഗസ് ബാധിച്ചവരും സകല എണ്ണവും കത്തിക്കറി പോയിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു ന്യൂസ് ആണ്. ന്യൂസില് ആ സ്റ്റോറേജ് മുഴുവൻ പൊട്ടിത്തെറിച്ചതും പിന്നെ നമ്മുടെ കിണലിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഹോസ്പിറ്റലിൽ വെട്ടിക്കിടന്ന് സുഖമായിട്ട് നമ്മുടെ കേണലും കേൾക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ടീക്കേക്ക് നയോമിയും ആ സംഭവത്തിന് ശേഷം കുറച്ചും കൂടി അടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാ 2 പേരും ഇപ്പോൾ ലവേഴ്സ് ആണ്. നയോമിക്ക് ഒരു കുഞ്ഞുള്ള കാര്യം പറഞ്ഞിരുന്നില്ലേ, 6 വയസ്സുള്ള ഒരു മോള്. ഇപ്പോ 3 പേരും കൂടി ഒരുമിച്ച് അത്രയും സന്തോഷത്തിലാണ്. അങ്ങനെ കാണിച്ച് ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ പടം അവസാനിപ്പിക്കുമെന്ന് കരുതിയാലോ? തുടക്കത്തില് ആ പൂച്ച പൊട്ടിത്തെറിച്ച സമയത്ത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ തെറിച്ച് ഒരു മാൻകൂട്ടത്തിലേക്ക് വീണില്ലേ? പക്ഷേ അത് ഒരു മാനിന്റെ പുറത്തേക്ക് മാത്രമായിരുന്നില്ല വീണത്. അടുത്തുണ്ടായിരുന്ന വേറൊരു മാനിന്റെ ദേഹത്തേക്കും ആ വൈറസ് സ്പ്രെഡ് ആയിരുന്നു. അതിപ്പോ മറ്റു മാനുകളോടൊപ്പം കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. എന്ന് വെച്ചാ ഈ പ്രശ്നം ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് കോൾഡ് സ്റ്റോറേജ് എന്ന മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.